ചർച്ചയുടെ ആവേശം നിലനിൽക്കുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുന്ന അധികാര തർക്കം ചെറുതൊന്നുമല്ല. സംഘടനാ തലത്തിലും MLA-മാർക്കിടയിലുമുള്ള ശക്തമായ സ്വാധീനമാണ് KCക്ക്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ പ്രധാനിയായ KC കേരളത്തിന്റെ ഇടതു കോട്ടയായ കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന കോൺഗ്രസ് നേതാവ്. ഒരു സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥി നേതാവിൽ നിന്ന് KC നടന്നെടുത്തത് ആലപ്പുഴയുടെ MPയും AICC ജനറൽ സെക്രട്ടറി എന്ന പദവികളിലേക്കും. കോൺഗ്രസ് പാർട്ടി ഈ രീതിയിൽ ഇന്ന് കേരളത്തിൽ വേരോടിക്കാൻ KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയ സൂത്രശാലിയെ നാം അറിയേണ്ടത് ആവശ്യമാണ്. ആരാണ് KC വേണുഗോപാൽ? കേരളത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളെ പോലെ തന്നെ KC എന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ പശ്ചാത്തലം, ഗണിതശാസ്ത്രത്തിൽ ബിരുദം, ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഒരു സമവായ നീക്കം നടത്തിയും എന്നാൽ സംഘടനയുടെ ആശയങ്ങളെ മുറുകി പിടിക്കുകയും ചെയ്തു. 1996 ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുമ്പോഴാണ് വേണുഗോപാലിന്റെ പാർലമെന്ററി രാഷ്ട്രീയ ചരിത്രം ആരംഭിക്കുന്നത്. ആലപ്പുഴയുടെ വികസന ദിശയിൽ KC വേണുഗോപാലിന്റെ നേതൃത്വ പാടവം 2001-ലും 2006-ലും തുടർച്ചയായി ജയിച്ച് KCയെ നിയമസഭയിലേക്ക് എത്തിച്ചു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ദേവസ്വം, ടൂറിസം വകുപ്പുകൾ യഥേഷ്ടം കൈകാര്യം ചെയ്ത മന്ത്രി, തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വിവാദങ്ങളിൽ എത്തിപ്പെടാതെയും എന്നാൽ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന വ്യക്തിത്വം. 2009 ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തതോടെ KC വേണുഗോപാലിന്റെ ദേശീയ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റപ്പെടുകയാണ്. UPA സർക്കാരിന്റെ രണ്ടാം ഊഴത്തിൽ ഊർജ മന്ത്രാലയത്തിന്റെയും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെയും സഹമന്ത്രിയായി ചുമതലയേറ്റു. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ വേഗത്തിൽ ഇണങ്ങി നിൽക്കാൻ കഴിഞ്ഞു KCക്ക്. അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെയും സോണിയാഗാന്ധിയുടെയും വിശ്വാസ്യത നേടിയെടുക്കാനും KCക്ക് കഴിഞ്ഞു. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനും സംഘടനയെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനും കേരളത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ 2024 പാർട്ടി കനത്ത വെല്ലുവിളി നേരിട്ടപ്പോൾ കേരളത്തിൽ നിന്ന് നേരിട്ട് മത്സരിക്കാനും അദ്ദേഹം തയ്യാറായി. തന്റെ പഴയ തട്ടകത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ KC വിജയിച്ചു. രാജ്യസഭാ സീറ്റ് ഒഴിയുന്നതിനെ കുറിച്ച് പല രാഷ്ട്രീയ അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും ജനകീയ അടിത്തറയുള്ള നേതാവാകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോഴും ആലപ്പുഴ KCക്കൊപ്പം നിന്ന് അദ്ദേഹത്തെ കൂടുതൽ ഭദ്രമാക്കുകയും ചെയ്തു. രാഷ്ട്രീയ തിരക്കുകൾക്കിടയിലും ലാളിത്യം കൈവിടാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ഒരു ദേശീയ നേതാവായിട്ടും തന്റെ വേരുകളെല്ലാം തന്നെ കേരളത്തിലാണെന്നും KCയുടെ പ്രവൃത്തികൾ വ്യക്തമാക്കുന്നു. KC വേണുഗോപാൽ ഒരു MP മാത്രമല്ല, ദേശീയ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാന തൂണുകളിൽ ഒരാളാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപനങ്ങൾക്ക് എല്ലാം KC നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സമവായ ഏകോപനം തന്നെയാവാം കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ KC തന്നെയാണ് യോഗ്യനെന്ന് KC പക്ഷവും ഏറെക്കുറെ ജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള ചരടുവലികളിൽ KC എന്ന രാഷ്ട്രീയക്കാരൻ അണികൾക്ക് നൽകുന്ന ധൈര്യം ചെറുതൊന്നുമല്ല. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭാവിയിൽ ഈ രാഷ്ട്രീയ നേതാവ് നിർണായകമായ പല സ്ഥാനങ്ങളും വഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.